ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് മാത്രമാണ് നീ എന്നെ കണ്ടിട്ടുള്ളത്. ഞാൻ നിന്റെ ഫ്രണ്ട് കൂടിയല്ലേ? ആയിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ഒന്നുകൂടൊന്ന് ആലോചിക്കേണ്ടി വരും. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. അത് പറയാനാ ഞാൻ വന്നത്. ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ന്യൂസ് പിടിക്കാൻ വന്നോണം. ചന്ദ്രലേക്ക് എവിടെ പോന്നു? താൻ തന്റെ ജോലി ചെയ്. ഇനി നീ പറ, അർജുന്റെ എന്ത് കാര്യം നീ തീരുമാനിച്ചേ? എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ അവരുടെ വിവാഹവും നടത്തണം. അതും അത്യാഡംബരമായിട്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതില് എനിക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ എൻഗേജ്മെന്റ് നടത്താതെ വിവാഹം അങ്ങ് നടത്തിയ പോരായിരുന്നോ? എന്തിനാ ഈ ചെലവ്? ചെലവിന്റെ കാര്യം എന്തിനാ പറയുന്നേ? കാശാണോ ഇവിടെ പ്രശ്നം? നിശ്ചയം നടത്തുന്നത് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഐശ്വര്യയെ കാണാനും പരിചയപ്പെടാനും വേണ്ടിയല്ലേ? നിശ്ചയം എല്ലാ ബന്ധുക്കളെയും ക്ഷണിച്ച് നടത്തണം. കാരണം വിവാഹം ഞാൻ നടത്താൻ പോകുന്നത് ഭൂമിയിലല്ല. ഭൂമിയിലല്ലാതെ പിന്നെ ആകാശത്താണോ? അതെ, ആകാശത്താണ്. അർജുന്റെ അച്ഛനും അമ്മയായ ഞാനും ഐശ്വര്യയും ഐശ്വര്യയുടെ അച്ഛനും അമ്മയും മാത്രം ഒരു ഫ്ലൈറ്റിൽ. ഫ്ലൈറ്റിൽ വച്ച് താലികെട്ട്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമ്മുടെ തന്നെ വിമാനം മതിയല്ലോ. അതാണ് എന്റെ ഇഷ്ടവും എന്റെ തീരുമാനവും. നിനക്ക് തലയ്ക്ക് ഒരു അസുഖമുണ്ടോ രമേ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വിവാഹം എന്നൊക്കെ പറഞ്ഞ ഒരു വിശിഷ്ടമായ ചടങ്ങല്ലേ? അതതിന്റെ വിധിപ്രകാരം പോലല്ലേ ചെയ്യേണ്ടത്? എന്റെ മൂത്ത മകന്റെ വിവാഹം അങ്ങനെ ഒരു ചടങ്ങാക്കി ചുരുക്കി ഒരു താലികെട്ടിൽ ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാണുന്ന എല്ലാവരുടെയും കണ്ണ് തള്ളണം. ആകാശത്തിനു മീതെ സ്വർഗം ഉണ്ടെങ്കിൽ ഞാനിത് അവിടെ വെച്ച് നടത്തിയേനെ. എന്റെ ഏറ്റവും വലിയ സ്വപ്നം അർജുന്റെ വിവാഹം. അതില് നോ കോംപ്രമൈസ്. അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ. അതെന്താ, നിനക്കൊരു മോനേ ഉള്ളോ? രണ്ടാമത്തെ മകന്റെ കാര്യത്തിൽ നിനക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലേ? അവനെക്കുറിച്ച് ഞാൻ സ്വപ്നങ്ങളൊന്നും കാണാറില്ല. ഇതുവരെ കണ്ടിട്ടുമില്ല, ഇനി കാണുകയില്ല. അവന്റെ ജീവിതം, അവന്റെ വിവാഹം, അതൊക്കെ ആ ഒരു സമയത്ത് നടന്നോളും. അതൊക്കെ ജയേട്ടന്റെ ഇഷ്ടത്തിന് ഒരു ചടങ്ങായിട്ട് തന്നെ നടത്തിയാ മതി. ചേറുപുരണ്ട് നടക്കുന്നവന്റെ വിവാഹം ആകാശത്തൊന്നും വേണ്ട, ഭൂമി തന്നെ മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോ എല്ലാം നീ തീരുമാനിച്ച പോലെ തന്നെ.
നിന്റെ തീരുമാനത്തില് അണുവിട വ്യത്യാസം ഇല്ലാതെ നിന്റെ വിവാഹ നിശ്ചയം നടക്കാൻ പോവാണ്. നിനക്ക് നിന്റെ വീട്ടുകാർക്കും സമ്മതം, അർജുൻ സാറിന്റെ വീട്ടുകാർക്കും സമ്മതം. കൺഗ്രാറ്റ്സ് ഡി. ഇത് മറ്റാരെ കൊണ്ടെങ്കിലും പറ്റുമെന്ന് ചോദിച്ചാ ഇല്ല. വൺ ആൻഡ് ഓൺലി ഐശ്വര്യലക്ഷ്മി. നീ വലിയ കാര്യത്തില് ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഞാൻ കൊണ്ടെത്തിച്ച പാട് ചില്ലറയൊന്നും അല്ല മോളെ. കാണുന്നവർക്കെന്താ, ഞാൻ ഒരാളെ പ്രേമിച്ചു, അയാളെ വിവാഹം ചെയ്യാൻ പോകുന്നു. പക്ഷെ പ്രേമിച്ച ആളാരാണെന്നും എങ്ങനെ അയാളിൽ പ്രേമം ഉണ്ടാക്കിയെടുത്തെന്നും എങ്ങനെ അയാളുടെ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നും എന്തിനു സ്നേഹിച്ചു എന്നൊക്കെ എനിക്കേ അറിയൂ. എന്റെ എത്ര മാസത്തെ ശമ്പളം ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേന്നറിയോ? അതിനെന്താ, നീ മുടക്കിയതിന്റെ പലിശയും പലിശയുടെ കൂട്ടുപലിശയും എല്ലാം ചേർത്ത് നിനക്ക് കിട്ടാൻ പോവല്ലേ. ഒറ്റയടിക്ക് കോടീശ്വരിയാവാൻ പോവല്ലേ. നിനക്ക് കിട്ടാൻ പോകുന്നത് വെച്ച് നോക്കുമ്പോ ചെലവായതോർത്ത് നീ വിഷമിക്കേ വേണ്ട. അതാ ഒരു സമാധാനം. നിശ്ചയമൊന്ന് കഴിഞ്ഞിട്ട് വേണം രമാദേവിയുടെ സ്വത്തുവരവിന്റെ കണക്കൊന്നെടുക്കാൻ. എങ്കിലും വിവാഹ നിശ്ചയത്തിന് എന്നെ നീ ക്ഷണിച്ചില്ല. നിന്നെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ മോളെ? നിനക്കങ്ങ് വന്നൂടെ? നമ്മള് തമ്മിൽ എന്തോന്ന് ഫോർമാലിറ്റി. ഈ സാഹചര്യത്തിൽ ഞാൻ പറയേണ്ട ഡയലോഗ് ഇതാണ്, പക്ഷേ ഞാനത് പറയുന്നില്ല. അർജുൻ സാറിന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങായത്. അവിടെ വേറെ ആരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. നിന്നെ മാത്രല്ല കേട്ടോ, ഓഫീസിലുള്ള ഒരു സ്റ്റാഫിനെ പോലും ഞാൻ വിളിക്കുന്നില്ലല്ലോ. ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് മാത്രമാണ് നീ എന്നെ കണ്ടിട്ടുള്ളത്. ഞാൻ നിന്റെ ഫ്രണ്ട് കൂടിയല്ലേ. ആയിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ഒന്നുകൂടൊന്ന് ആലോചിക്കേണ്ടി വരും. കുറച്ചു നാളൂടെ കഴിഞ്ഞാൽ ഞാൻ അർജുൻ സാറിന്റെ ഭാര്യയാ. അതായത് നിന്റെ ബോസിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിന്റെയും ഓഫീസിലുള്ള എല്ലാവരുടെയും ബോസ്. ഒരു എയർക്രാഫ്റ്റ് ഓണറുടെ ഭാര്യ, അതിൽ എയർ ഹോസ്റ്റസ് ആയിട്ട് ചങ്ങാത്തം കൂടുതലുണ്ടെന്ന് അറിഞ്ഞാൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ നാണക്കേട് എനിക്കല്ല, അർജുൻ സാറിനാ. നിനക്കറിയാലോ, അർജുൻ സാറിന് നാണക്കേട് വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല.